നെക്സ്റ്റ് അൽഗോരിതം. നമ്മൾ നേരത്തെ പറഞ്ഞു സിസ്റ്റംസ് പഠിക്കുന്നു. അപ്പോൾ മെഷീൻ ലേണിംഗിൽ സിസ്റ്റം എങ്ങനെ പഠിക്കുന്നു എന്ന് വെച്ചാൽ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാൻ എഴുതുന്നതിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിപ്പീസ് ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്കൊരു കപ്പ് ഓഫ് ടീ മേക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് വരും? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ടേക്ക് എ കപ്പ് ഓഫ് വാട്ടർ എന്ന് പറയാം. സ്റ്റെപ്പ് 2 ബോയിൽ ദ വാട്ടർ. സ്റ്റെപ്പ് 3 എന്തായിരിക്കും? ആഡ് ടീ പൗഡർ. ദെൻ 4 എന്തായിരിക്കും? ആഡ് ഷുഗർ. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റിർ ആൻഡ് ഫിൽറ്റർ ഇറ്റ്. സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? സെർവ് ഹോട്ട് ടീ. ഇത്തരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ആണ് ആൽഗോരിതം എന്ന് പറയുന്നത്. മെഷീൻസും ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ സെർച്ച് അൽഗോരിതം. ഈ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വറി കൊടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ റിസൾട്ട് സെർച്ച് ചെയ്ത് നൽകുന്നു. പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്. അൽഗോരിതംസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എവിടെ സ്റ്റോപ്പ് ചെയ്യണം, ടേൺ ചെയ്യണം, സ്പീഡ് കൂട്ടണം എന്നൊക്കെ. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട മൂവീസ്, മ്യൂസിക്സ് ഇതെല്ലാം സെർച്ച് ചെയ്ത് കണ്ടെത്തി റെക്കമെൻഡ് ചെയ്യുന്നത് ആൽഗോരിതംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫീച്ചേഴ്സ്. ഇപ്പൊ എന്താണ് ഫീച്ചേഴ്സ്? നമ്മൾ പഠിച്ചതാണ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ ഓരോരോ ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫീച്ചർ എന്ന് പറയുന്നത്. ഡോഗിന്റെ ഇമേജസ് നമ്മൾ കൊടുത്തപ്പോൾ ഡോഗിന്റെ ഷേപ്പ് ഓഫ് ഇയർ, ഷേപ്പ് ഓഫ് ഐ, ഷേപ്പ് ഓഫ് ടെയിൽ, അങ്ങനെ ഓരോരോരോ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹൗസ് പ്രൈസ് പ്രിഡിക്ഷൻ. ഹൗസിന്റെ കുറച്ച് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഇതില് ഹൗസ് ഏരിയ, നമ്പർ ഓഫ് റൂംസ്, ലൊക്കേഷൻ, ഏജ് ഓഫ് ഹൗസ് എന്നൊക്കെ പറയുന്നത് ഫീച്ചേഴ്സ് ആണ്. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൈസ് പ്രിഡിക്റ്റ് ചെയ്യുന്നു.